ഗൾഫ് സന്ദർശനത്തിന്റെ ഭാഗമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൗദി അറേബ്യയിലെ റിയാദിലെത്തി. സുരക്ഷ, ഊർജം, ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവയിൽ അമേരിക്കയുടെ തന്ത്രപരമായ പങ്കാളി എന്ന നിലയിൽ ട്രംപിന്റെ സൗദി സന്ദർശനത്തിന് വലിയ പ്രാധാന്യമാണ് നിരീക്ഷകർ കൽപ്പിക്കുന്നത്. സൗദിയിലെ സുപ്രധാന ചർച്ചകൾക്ക് ശേഷം അദ്ദേഹം ഖത്തറും UAEയും സന്ദർശിക്കും. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ, ഗാസയിലെ ഒരു അമേരിക്കൻ ബന്ദിയെ മോചിപ്പിക്കൽ, ഇറാനുമായി മറ്റൊരു റൗണ്ട് ആണവ ചർച്ചകൾ നടത്തൽ എന്നിവയിലൂടെ ഒരു ഹീറോ പരിവേഷത്തിലാണ് ട്രംപ് ഇത്തവണ സൗദിയിൽ എത്തിയിട്ടുള്ളത്. UAEയിൽ 180 ദിവസത്തേക്ക് സാധ്യതയുള്ള മൾട്ടിപ്പിൾ എൻട്രി വിസയ്ക്ക് അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങി. പ്രവേശന തീയതി മുതൽ 180 ദിവസത്തേക്കുള്ള മൾട്ടിപ്പിൾ എൻട്രി വിസയാണ് നൽകുന്നത്. രാജ്യത്തിനകത്തും പുറത്തും പരിസ്ഥിതി സംരക്ഷണം, സുസ്ഥിരത, ഊർജം എന്നീ മേഖലകളിൽ അസാധാരണമായ സംഭാവനകളും സേവനങ്ങളും നൽകിയ വ്യക്തികൾക്ക് നൽകുന്ന ബ്ലൂ റെസിഡൻസി വിസ ലഭിക്കുന്നതിന് ആവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാണ് മൾട്ടിപ്പിൾ എൻട്രി വിസ നൽകുന്നത്. UAEയിലെ സർക്കാർ, സ്വകാര്യ, പരിസ്ഥിതി സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രൊഫഷണലുകൾക്കും 10 വർഷത്തെ കാലാവധിയുള്ള ബ്ലൂ വിസ ലഭിക്കുന്നതായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. സൗദി അറേബ്യയിൽ നഴ്സിംഗ് ജീവനക്കാരുടെ സ്വദേശിവൽക്കരണം, പ്രവാസി മലയാളികൾ ആശങ്കയിൽ. നഴ്സിംഗ് മേഖലയിൽ സ്വദേശിവൽക്കരണം ഈ വർഷം 44% ഉയർത്താനാണ് തീരുമാനം. സൗദിയിലെ സർക്കാർ, സ്വകാര്യ നഴ്സിംഗ് മേഖലയിൽ മലയാളികളാണ് ഏറ്റവും കൂടുതലുള്ളത്. പുതിയ നീക്കത്തിലൂടെ ഇവരിൽ നിരവധി പേർക്ക് തൊഴിൽ നഷ്ടമാകും. CBSE 10-12 ക്ലാസുകളിലെ പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 10ാം ക്ലാസ്സിൽ 93.6%, 12ാം ക്ലാസ്സിൽ 88.39% വിദ്യാർത്ഥികൾ വിജയിച്ചു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വിജയ ശതമാനം കൂടുതലാണ്. ഇത്തവണയും ആൺകുട്ടികളെക്കാൾ പെൺകുട്ടികൾ മുന്നിലാണ്. 10ാം ക്ലാസ്സിൽ 95%, 12ാം ക്ലാസ്സിൽ 91% പെൺകുട്ടികൾ പാസ്സായി. UAEയിൽ 40 വിദ്യാലയങ്ങളിലെ കുട്ടികളാണ് ഇത്തവണ CBSE പരീക്ഷ എഴുതിയത്. ദുബായ് കരാമയിലെ മലയാളി യുവതിയുടെ കൊലപാതകം, കാമുകൻ അറസ്റ്റിൽ. അബുദാബിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന തിരുവനന്തപുരം സ്വദേശി അബിൻലാൽ മോഹൻലാലാണ് അറസ്റ്റിലായത്. കരാമയിൽ മത്സ്യ മാർക്കറ്റിന് പിൻവശത്തെ താമസ കെട്ടിടത്തിൽ ഈ മാസം 4-നായിരുന്നു കൊലപാതകം നടന്നത്. തിരുവനന്തപുരം നെടുമങ്ങാട് ബോണക്കാട് സ്വദേശിനി ആനിമോൾ ഗിൽഡയാണ് കൊല്ലപ്പെട്ടത്. അബിൻലാൽ നാട്ടിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കവേ വിമാനത്താവളത്തിൽ വെച്ചാണ് പിടിയിലായത്. ആരോഗ്യ ശുചിത്വം പാലിച്ചില്ല. അബുദാബിയിൽ 5 റെസ്റ്റോറന്റുകളും ഒരു സൂപ്പർ മാർക്കറ്റും അടച്ചുപൂട്ടി. പാക് രവി റെസ്റ്റോറന്റ്, ലാഹോ ഗാർഡൻ ഗ്രിൽ റെസ്റ്റോറന്റ് ആൻഡ് കഫറ്റീരിയ, കറക്റ്റ് ഫ്യൂച്ചർ കഫറ്റീരിയ, സാൾട്ടി ദേശി ദർബാർ റെസ്റ്റോറന്റ്, അൽ മക്കാം കോർണർ റെസ്റ്റോറന്റ്, റിച്ച് ആൻഡ് ഫ്രഷ് സൂപ്പർ മാർക്കറ്റ് എന്നിവയാണ് അടച്ചുപൂട്ടാൻ ഉത്തരവായത്. പരിശോധന കർശനമാക്കിയതായും താമസക്കാരുടെ ആരോഗ്യത്തിനും സുരക്ഷയ്ക്കും അപകടമുണ്ടാക്കുന്ന കുറ്റകൃത്യങ്ങളോട് ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ലെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഒമാൻ സലാലയിലെ കാഫില ബേക്കറി ഉടമ ആലുങ്ങപ്പറമ്പിൽ ഹംസ ഹാജി അന്തരിച്ചു. 60 വയസ്സായിരുന്നു. മലപ്പുറം AR നഗർ യാർത്തുൻപടി സ്വദേശിയാണ്. UAE കേരള ജ്വല്ലറി അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റായി മുനീർ തങ്ങൾസ് തെരഞ്ഞെടുക്കപ്പെട്ടു. മുജീബ് റഹ്മാൻ തജ്വിയാണ് ജനറൽ സെക്രട്ടറി. ഷുഹൈബിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. ദിനേഷ് ബിൻസ്മേര, CK നാസിം, സുബിൻ അൽഫാസ് എന്നിവർ വൈസ് പ്രസിഡന്റുമാരും ഷമീർ AGD, അജേഷ് മുഹമ്മദ്, നാസിം ക്ലാസിക് എന്നിവർ സെക്രട്ടറിമാരുമാണ്. എബ്രഹാം P. ജോണാണ് ലീഗൽ അഡ്വൈസർ. കേരള ജ്വല്ലറി അസോസിയേഷൻ വാർഷിക യോഗമാണ് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തത്. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ യോഗം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി S. അബ്ദുൽ നാസർ, B. പ്രേമാനന്ദ്, S. സാദിഖ്, ജയചന്ദ്രൻ പള്ളിയമ്പലം, മുജീബ് റഹ്മാൻ തജ്വി, ഷുഹൈബ്, അബ്ദുൽ കരീം സഫ എന്നിവർ പ്രസംഗിച്ചു. ദുബായ് പ്രിയദർശിനിയുടെ പുതിയ പ്രസിഡന്റായി C. മോഹൻദാസ് തെരഞ്ഞെടുക്കപ്പെട്ടു. മധു നായരാണ് ജനറൽ സെക്രട്ടറി. മുഹമ്മദ് ഷഫീഖ് ട്രഷററായും തെരഞ്ഞെടുക്കപ്പെട്ടു. TP അഷഫ്, K. ബിനീഷ് എന്നിവർ വൈസ് പ്രസിഡന്റുമാരും ഹാരിസ്, നിഷാദ് ഖാലിദ്, ഡീസ ജോസ്, ഉമേഷ് എന്നിവർ സെക്രട്ടറിമാരുമാണ്.